28 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായത്. ഏറ്റവും വലിയ മുന്നേറ്റം ഈ മേഖലയിൽ നിന്നാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ആ മേഖലയിൽ ഇത്തവണ എങ്ങനെയാണ് ഇതുവരെയുള്ള ഫലസൂചനകൾ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ഇത്തവണത്തെ ഫലസൂചനകൾ ദാണ്ട് ഇങ്ങനെയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു വലിയ ലീഡ് ഇത്തവണ അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നതുകൂടി കാണണം. NDA സഖ്യത്തിന് 36 സീറ്റുകൾ, ഇന്ത്യ സഖ്യത്തിന് 25. കഴിഞ്ഞ തവണ ഇതിൻ്റെ ഇരട്ടിയിലേറെ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയ മേഖലയാണ് എന്നതുകൂടി ആലോചിക്കണം. ഈ ഭോജ്പൂർ മഗധ് മേഖലയാണ് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് RJDയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ. ആ ശക്തി കേന്ദ്രങ്ങളിലാണ് RJDക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ അവിടെ വല്ലാതെ പിന്നിൽ പോയിരിക്കുന്നു. ഇന്ത്യ സഖ്യം RJDയും പിന്നിൽ പോയിരിക്കുന്നു. അതോടെ RJDക്ക് 25 സീറ്റുകളുടെ നഷ്ടമാണ് ഈ രണ്ട് മേഖലയിൽ മാത്രം. ഭോജ്പൂരിലും മഗധിലും മാത്രമായി ഉണ്ടായിരിക്കുന്നത് 25 സീറ്റുകളുടെ നഷ്ടമാണ്. 19 സീറ്റുകൾ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. CPI-MLന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഇത്. അവിടെ CPI-ML കഴിഞ്ഞ തവണ 10 സീറ്റുകൾ നേടിയത് ഈ മേഖലയിലാണ്. ഇത്തവണ അവിടെ 4 സീറ്റുകൾ മാത്രമേ അവർക്ക് മുന്നേറാൻ കഴിയുന്നുള്ളൂ. കോൺഗ്രസ് 9 സീറ്റുകളും കഴിഞ്ഞ തവണ നേടിയതിൽ 9 സീറ്റുകളും നേടിയത് ഇവിടെ നിന്നാണ്. ഇവിടെ അവർക്ക് ഇത്തവണ 2 സീറ്റുകൾ മാത്രമാണ്. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ബീഹാറിൽ RJDയുടെ ശക്തി കേന്ദ്രങ്ങൾ, CPI-MLന്റെ ശക്തി കേന്ദ്രങ്ങൾ, ഈ രണ്ട് മേഖലകളിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഭോജ്പൂരിലും മഗധിലുമാണ് ഉണ്ടായിരിക്കുന്നത്. ഭോജ്പൂർ മഗധ് മേഖല എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്. ഭോജ്പൂർ മഗധ് മേഖല എന്ന് പറയുന്നത് ഈ മേഖലയിലാണ്. UP-യുമായൊക്കെ അതിർത്തി പങ്കിടുന്ന മേഖല, ജാർഖണ്ഡുമായി അതിർത്തി പങ്കിടുന്ന മേഖല, ഈ മേഖലയിലാണ് കനത്ത തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ എല്ലാ മേഖലകളിലും പിന്നിൽ പോയപ്പോഴും ഈ രണ്ട് മേഖലയിലെ മുന്നേറ്റം കൊണ്ടായിരുന്നു പിടിച്ചു